നമസ്കാരം പ്രിയപ്പെട്ടവരെ. വെറ്റിനറി കോഴ്സ് പഠിക്കാൻ ഇന്ന് നിരവധി കുട്ടികൾ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പല പുതിയ തലമുറയിലെ കുട്ടികളുമൊക്കെ ഇത് പഠിക്കണം, മൃഗങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. മൃഗങ്ങളോടുള്ള ഒരു ഇഷ്ടം എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ് ഈ കോഴ്സിലേക്ക് വരാനുള്ളത്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ വൃത്തിഹീനമായ പല സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ കോഴ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് നല്ല നിരീക്ഷണ പാഠവുമുള്ള കുട്ടികളായിരിക്കണം. കാരണം മൃഗങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ രോഗം ഇതാണെന്ന് അല്ല, പക്ഷികൾ വന്ന് പറയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഏത് സാഹചര്യത്തിലും നല്ല കുറച്ച് ധൈര്യവും ഒക്കെ വേണം. കാരണം മൃഗങ്ങളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ രംഗത്ത്, ഈ കുട്ടികൾക്കാണ് ഈ കോഴ്സ് കൂടുതലും ചേരുന്നത്. നിരവധി ജോലി സാധ്യതകളും വൈവിധ്യമാർന്ന ഗവേഷണങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് ഒരു വെറ്റിനറി സയൻസ് പഠിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നീറ്റ് പ്രവേശന പരീക്ഷ വഴിയാണ് ഈ വെറ്റിനറി കോഴ്സിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും, അതായത് നീറ്റ് പരീക്ഷ എഴുതുക. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ മെഡിക്കൽ കീം എൻട്രൻസിന് വിളിക്കുമ്പോൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ പരീക്ഷകൾക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ കേരളത്തിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. കേരളത്തിൽ 2 കോളേജുകളിലാണ് ഈ വെറ്റിനറി സയൻസ് കോഴ്സ്, അതായത് BVSc എന്നുള്ള കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5.5 വർഷമാണ്. 4.5 വർഷം പഠനവും 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണ്. കേരളത്തിൽ ആദ്യകാലത്തുള്ള തൃശ്ശൂർ മണ്ണുത്തിയിലാണ് വെറ്റിനറി കോളേജ് ഉണ്ടായിരുന്നത്. പിന്നീട് വയനാട് പൂക്കോട്ടിലും ഈ വെറ്റിനറി കോളേജുണ്ട്. 2 സ്ഥലത്തൂടെ 80 സീറ്റുണ്ട്. പിന്നെ 15% സീറ്റ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ കോട്ടയിലാണ്. ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും, ജമ്മു കാശ്മീർ ഒഴിച്ച് എന്ന് തോന്നുന്നു, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് ഈ നീറ്റ് പ്രവേശന പരീക്ഷ വഴി നമുക്ക് ഈ വെറ്റിനറി സയൻസ് കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിൽ വളരെ കുറച്ച്, സ്വകാര്യ മേഖലയിൽ കോളേജുകൾ ഇല്ലെന്ന് തന്നെ പറയാം. സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. പിന്നെ ഉള്ളത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, അവിടെയൊക്കെ വളരെയേറെ കന്നുകാലി സമ്പത്തുള്ള ഒരു നാടാണ്. അതുകൊണ്ടാവാം അവിടെ ചിലപ്പോൾ ഈ കോളേജുകളൊക്കെ ഉള്ളത്. പ്രൈവറ്റ് മേഖലയിൽ വളരെ കുറച്ച് കോളേജുകളേ ഉള്ളൂ. നീറ്റിൽ തന്നെ ഉയർന്ന വിജയം നേടിയാൽ മാത്രമേ ഈ വെറ്റിനറി സയൻസ് കോഴ്സ് പ്രവേശനം കിട്ടുകയുള്ളൂ. കാരണം എണ്ണം വളരെ കുറവാണ്, സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. പല കുട്ടികളും ഇത് അത്ര എളുപ്പമുള്ളതെന്നല്ല, നല്ല കഷ്ടപ്പാടുണ്ടാകും, പഠിച്ച് വരാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മൃഗങ്ങളിലെ ഒരു അനാട്ടമി, അതായത് എത്രയോ തരം മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി പഠിക്കാനുള്ള ഒരു കോഴ്സാണിത്. നിരവധി ജോലി സാധ്യതകൾ ഉണ്ട്. കാരണം ഈ കേരളത്തിലൊക്കെ എല്ലാ പഞ്ചായത്തിലും ഒരു വെറ്റിനറി ഡോക്ടറുണ്ട്, സർജനുണ്ട്, പോസ്റ്റുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ജോലി കിട്ടും. പിന്നെ നമുക്ക് നിരവധി ഫാമുകൾ, ഇപ്പം അങ്ങനെ സ്വകാര്യ രംഗത്തുമൊക്കെ ഒത്തിരി ക്ലിനിക്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി സാധ്യതകളുണ്ട്. വിദേശത്തൊക്കെയാണ്, ഇപ്പം ഞാനിപ്പോൾ ജീവിക്കുന്ന ബഹ്റിനിലാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം, ഈ കുതിരയൊക്കെ നോക്കാൻ വെറ്റിനറി ഡോക്ടറെ ക്ഷണിക്കുന്ന അപേക്ഷയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ സാധ്യതകളുണ്ട്. വിദേശത്ത്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി സാധ്യത, ചിലപ്പോൾ അവിടെ ഒരു കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷം ഒരു കോഴ്സൊക്കെ പഠിക്കാൻ പോയാൽ കിട്ടാൻ സാധ്യതകളുണ്ട്. പിന്നെ ഗവേഷണ രംഗം ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ വെറ്റിനറി. ഇപ്പം MBBS പഠിച്ച ഒരു ഡോക്ടർക്ക് ആ ഒരു പഠനം കൊണ്ട് ഒരു കരിയറിൽ വലിയ ഉയരങ്ങളിൽ നിന്നും എത്താൻ സാധിക്കില്ല, അറിയാലോ. പക്ഷേ വെറ്റിനറി സയൻസ് ഒരു ബിരുദമുള്ള ആൾക്കും ഒരു മൃഗ ഡോക്ടറായിട്ട് സേവനം ചെയ്യാനും ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഒരു PG കോഴ്സിന് പോകണമെങ്കിലാണെങ്കിലും MBBSൻ്റെ അത്ര ഒരു മത്സരം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ സാധ്യതകളുണ്ട്. ഇപ്പം ബാങ്ക് രംഗത്ത്, ഇപ്പം നമ്മൾ കന്നുകാലി വായ്പ കൊടുക്കാൻ ബാങ്കിങ്, അങ്ങനെ രംഗത്ത് ഇപ്പം നമ്മളുടെയൊക്കെ ഒരു ധാരണ വെറ്റിനറി സയൻസ് പഠിച്ചാൽ മൃഗ ഡോക്ടറായിട്ട് മാത്രം പഠിക്കുക, അങ്ങനെയല്ല. ബാങ്കിലൊക്കെ നമുക്ക് ജോലിക്ക് സാധ്യതകളുണ്ട്. പൊതുവെ ഒത്തിരി പേര് പഠിച്ചിറങ്ങാത്തത് കൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്നവർക്കെല്ലാം ജോലി കിട്ടുന്ന ഒരു മേഖലയാണിത്. ഇനിയിപ്പോൾ മൃഗങ്ങളെ ചികിത്സിക്കണമെങ്കിലാണ് നമ്മൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. മൃഗങ്ങളോട് ഇഷ്ടമുള്ളവർ BSc സുവോളജി പോലുള്ള കോഴ്സുകളൊക്കെ മുന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രംഗത്ത് ഗവേഷണം, ഇപ്പോൾ ആനിമൽ ബയോടെക്നോളജിക്ക് പോകാം, PG ലെവലിൽ എൻവയോൺമെൻറ്റൽ സയൻസ് പഠിച്ച് അങ്ങനെ ഇതിലേക്ക് മാറാൻ പറ്റും. വൈൽഡ് ലൈഫ് സയൻസ് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഡെറാഡൂണിലേക്ക് വളരെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒത്തിരി, ഇപ്പം വെറ്റിനറി സയൻസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മൃഗങ്ങളോട് ഇഷ്ടമുണ്ടാക്കുക, അങ്ങനെ ഒരു
ചികിത്സിക്കാൻ സാധിക്കില്ലെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അതിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ സുവോളജി കോഴ്സൊക്കെ പഠിച്ചാലും വലിയ ആ ഒരു ഡിഗ്രി കൊണ്ടൊന്നും ആവില്ല, പിന്നീട് PGയും റിസർച്ചിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ വൈവിധ്യമാർന്ന അവിടെയും ഇഷ്ടം പോലെ ഞമ്മല്ല വൈൽഡ് ലൈഫ് ഇത് പഠിക്കാൻ പറ്റും. അങ്ങനെ എൻവയോൺമെൻറ്റൽ സയൻസ്, ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയും കുസാറ്റും ഒക്കെ ഈ ബയോടെക്നോളജി രംഗത്ത് ചില ആനിമൽ ബയോടെക്നോളജി പഠിക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമാർന്ന മേഖലകളുണ്ട്. ഈ വർഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പൊതുവെ BCom പോലുള്ള കോഴ്സുകൾക്ക് ഇപ്രാവശ്യം അതെ BComനാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ. രണ്ടാമത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേർന്നേക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് BSc സുവോളജിയാണ്. അത് ഈ കോവിഡിന് ശേഷം ഈ ബയോടെക്നോളജി രംഗത്തൊക്കെ കുറേ ഈ വളർച്ചകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഫാർമസി രംഗത്തൊക്കെ ഒത്തിരി ഗവേഷണം ഒക്കെ വന്നതുകൊണ്ടാവും ആളുകൾ അങ്ങനത്തെ കോഴ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം ഈ നമ്മളൊരു മൃഗങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പം ചികിത്സിക്കണമെങ്കിൽ ഈ വെറ്റിനറി സയൻസ് എന്ന കോഴ്സ് പഠിക്കണം. അല്ലാതെ നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മാത്രമല്ല ആ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇപ്പം സർപ്പങ്ങളെയൊക്കെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാമ്പുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരുണ്ട്. അങ്ങനെ നിരവധി മേഖലകളുണ്ട്. ഇതിൽ വാക്സിൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ഡിഗ്രി കൊണ്ടൊന്നും അങ്ങനെ അതിൽ ഇത് ആകാൻ പറ്റില്ല. കുറേ മുന്നോട്ട് വളരെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നവർക്ക് ഇപ്പോൾ സുവോളജി പോലുള്ള കോഴ്സുകൾ എടുത്താലും നിങ്ങൾക്കൊരു മൃഗങ്ങളോടൊക്കെ ഇഷ്ടമുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പം കേരളത്തിൽ വളരെ കുപ്രസിദ്ധി നേടിയ ഉത്തര കേസ് എന്ന് പറയുന്ന ഒരു പാമ്പിനെ ഹസ്ബൻഡ് കൊന്ന കേസുണ്ട്. പാമ്പിനെ കടിപ്പിച്ച് ഭാര്യയെ കൊന്ന കേസിൽ ആ കേസിൽ ഇപ്പോൾ കോടതിയിലൊക്കെ വന്ന ഒരു ഈ പാമ്പുകളെക്കുറിച്ച് പഠിച്ച വിദഗ്ധനൊക്കെ വന്നാണ് മൊഴി കൊടുത്തിട്ടാണ്. കാരണം കോടതിക്ക് എപ്പോഴും എവിഡൻസ് ആണല്ലോ ആവശ്യം. അങ്ങനെയൊക്കെയുള്ള നിരവധി ആളുകൾ ഈ ഇന്ത്യയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ ചില മൃഗങ്ങളോട് പ്രത്യേക ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ നമുക്ക് ഗവേഷണത്തിനൊക്കെ പോകാൻ സാധിക്കും സുവോളജിയൊക്കെ പഠിച്ചാലും. അപ്പോൾ നിരവധി പക്ഷേ ഇഷ്ടമുണ്ടായിരിക്കണം. അതിലൊരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഇപ്പം നമ്മൾ പുതിയ കന്നുകാലി വർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ വളരെ ഇപ്പം അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ കർഷകർക്കും അങ്ങനെയൊക്കെ പ്രയോജനം, ഇപ്പോൾ ക്ഷീര കർഷകർക്കും ഒക്കെ പ്രയോജനമൊക്കെ നൽകാൻ ഇപ്പോൾ ഗവേഷണമൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് സാധിക്കും ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം നിരവധി അനന്തമായ സാധ്യതകളുള്ള മേഖലയാണിത്, ഈ വെറ്റിനറി സയൻസും സുവോളജിയും ഒക്കെ. പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിക്കണം, നന്നായി പഠിക്കണം. ഓരോ രംഗത്തേക്കും നമ്മൾ ഇന്ത്യയിൽ അറിയാലോ എല്ലാത്തിനും മത്സരം കൂടുതലാണ്. അപ്പം സീറ്റുകളൊക്കെ PG രംഗത്തേക്കൊക്കെ എൻട്രൻസിനുമൊക്കെ സീറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കൂ. താങ്ക്